അരയകം പോണേ സുന്ദരി അരയകം പോണേ സുന്ദരി അരയകം പോണേ സുന്ദരി അരയകം പോണേ. എഡ്യൂക്കേഷൻ സ്കോട്ടെക് കലോത്സവം. നമ്മളിപ്പോൾ ഉള്ളത് വേദി 1-ന്റെ മുന്നിലാണ്. മണവാട്ടിമാരും ഒപ്പന കുട്ടികളും എല്ലാവരും ഇങ്ങനെ വേദിയിൽ ഇങ്ങനെ തകർത്താടി നടന്നുകൊണ്ട് ഓടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് ഈ ഒരു വേദി തന്നെ കാണാം. കാരണം നമ്മൾ മുഹമ്മദ് നബിയുടെയും ഖദീജ ബിയുടെയും കല്യാണ നാളുകളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ ഒരു ഒപ്പന പാട്ടുകളാണ് ഈ ഒരു വേദിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വേദീൻ്റെ പിറകിലോട്ട് ഇങ്ങനെ നോക്കിയാൽ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. നോക്കിയാൽ ഈ സൈഡാണെങ്കിലും ഇപ്പുറത്തെ സൈഡാണെങ്കിലും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ആളുകൾ. കാരണം ഈ ഒരു ഒപ്പന എന്ന് പറയുന്നത് മലബാറിൻ്റെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കല കൂടിയാണ്. ആ മലബാറിൻ്റെ കലയായ ഒപ്പനയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു കാക്ക ഇരിക്കുന്നുണ്ട്. കാക്കാനോട് ചോദിച്ചോക്കാം, കാക്ക എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ? വളരെ ഉഷാറാണ്. മത്സരം കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. എങ്ങനെയുണ്ട് എല്ലാ കുട്ടികളൊക്കെ? എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പരിപാടികൾ. ഇവിടെ പരിപാടി തുടങ്ങിയപ്പോൾ ഒപ്പന മത്സരം തുടങ്ങിയപ്പോൾ തൊട്ട് HSഉം മുതലേ ഇരിക്കുന്നുണ്ട്. സെക്രട്ടറി തുടങ്ങിയപ്പോൾ തൊട്ട് ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? വെരി നൈസ്. നമ്മളൊക്കെ സ്കൂളിൽ ആ ഒരു കാലഘട്ടത്തിൽ പോയി. പിന്നെ ജഡ്ജസിൻ്റെ ജോലി ഭയങ്കര ടഫാണെന്നാണ് പറഞ്ഞത്. കാരണം ഇതിൽ ആർക്ക് കിട്ടിയാലും എല്ലാവരും ഡിസർവ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള നിലക്ക് അതെന്തായാലും ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് കണ്ടതിൽ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇത് കണ്ട ഇതാണ് ഏറ്റവും ടോപ്പ്. അപ്പോൾ അടുത്ത കാണുമ്പോൾ അല്ലല്ല അത്. പക്ഷെ ഭയങ്കര ജഡ്ജസിന് എന്തായാലും ജോലി എളുപ്പമല്ല. തീർച്ചയായിട്ടും വിധികർത്താക്കളുടെ അവസാന വട്ടത്തെ ആ വിധി നിർണയം എന്ന് പറയുന്നത് അത്ര ലളിതമായിരിക്കില്ല. കാരണം ഈ ഒരു നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ നിരവധി സബ് ജില്ലകളിൽ നിന്നുള്ള 17 സബ് ജില്ലകളുണ്ട്. അതുകൂടാതെ അപ്പീലിന് വന്ന കുട്ടികളുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു വേദിയിലെ ഒപ്പന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് കുട്ടികളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. മക്കളെ ഒപ്പന കണ്ട എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാ ഒപ്പനയും കണ്ടോ? ഒപ്പന കളിക്കാൻ ഇഷ്ടമാണോ? രണ്ട് കൈ ഇങ്ങനെ 2 കൊട്ടി കാണിച്ചു തരാൻ പറ്റുമോ? അടിപൊളി. ഇല്ല പിന്നെ ഇത്രയും നേരം കണ്ടത് മാത്രമല്ല, മലബാറിൻ്റെ കുട്ടികളോട് ആരോട് പറഞ്ഞാലും ഒപ്പന കളിക്കാൻ പറഞ്ഞാൽ അവരെല്ലാവരും കൊട്ടിയിരിക്കും. കാരണം ഒപ്പന എന്ന് പറയുന്നത് അവരുടെ ഒരു ഫേവറേറ്റ് ഇനം കൂടിയാണ്. ആ ഒരു ഫേവറേറ്റ് ഇനം ആയതിൻ്റെ തന്നെ ഉത്തരമാണ് ഈ ഒരു വേദി, ഈ നിറഞ്ഞു നിൽക്കുന്ന വേദി. വേദി 1-ലാണ് HSS വിഭാഗത്തിൻ്റെ ഒപ്പന അരങ്ങേറുന്നത്. അടുത്ത ടീമും ഇപ്പോൾ വേദിയിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാം ആ ഒരു ഓരോ മത്സരം തുടങ്ങുമ്പോഴും വിദ്യാർത്ഥികൾ ഓരോരുത്തരും അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ ഒരു വേദി ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ്. മത്സരാർത്ഥികൾ വേദിയിൽ അടിപൊളിയായിട്ട് അതാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു പച്ച ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് മണവാട്ടിയെ കൊണ്ട് വേദിയിലേക്ക് വന്നിരിക്കുകയാണ് അടുത്ത ടീം. ആ ഒരു ടീമിൻ്റെ മത്സരം നമുക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും. നമ്മളുടെ വേദിക്ക് പിന്നെ 1-ാമത്തെ വേദിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ വേദിയിലെ കാണികളാണ് ഇവിടെ ഓരോരുത്തരും. പിറകിലും പുരുഷാരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിരവധി പേര് പല സ്ഥലത്തുനിന്നും വന്നിട്ടുണ്ട് ഈ ഒരു മത്സരം കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല വിദ്യാർത്ഥികൾക്കൊപ്പം വന്ന രക്ഷിതാക്കൾ, അധ്യാപകർ എല്ലാവരും ഒരു മത്സരം കഴിഞ്ഞിട്ട് അവർ പോകുന്നില്ല. ബാക്കിയുള്ളവരുടെ മത്സരം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്.